ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കൊടംപുളിയാണ്. കൊടംപുളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ കോട്ടയത്തിട്ട നല്ല കൊടംപുളിയൊക്കെ, കോട്ടയത്താണെങ്കിൽ നല്ല കൊടംപുളി ഇട്ട മീൻകറി, നല്ല മത്തിയും അയലയും അതേപോലെ തന്നെ ഏത് മീനാണെങ്കിലും കറി വെക്കാനായിട്ട് 2 പീസ് കൊടംപുളിയും കൂടി അങ്ങ് ഇട്ട് കഴിയുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ആ ഒരു കുടംപുളി ഇവിടെ നമുക്കിപ്പോൾ സീസൺ ടൈമാണ്, നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പം നമ്മൾ കുലുക്കി ഇട്ടിട്ട് കുറേ നമ്മൾ ഫാമിലേക്ക് അത് കട്ട് ചെയ്തിട്ട്, കാരണം ഇപ്പം വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ പുകയിട്ട് ഉണക്കിയെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് വന്നാൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പുറകെ നോക്കി വരികയായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കിടപ്പുണ്ട്, അതും കൂടെ കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുകയിടുന്നിടത്തേക്ക് പോവാം. ഇതാണ്ട് ഇത് ഫുള്ള് നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത പുളിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് പറിച്ചു, പിന്നെ താഴെ വീണ് കിടന്നതൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇനി ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞ് വെച്ച് ബാക്കിയെടുത്ത് ഇതിനകത്തിട്ട് നമ്മൾ പുകയത്തിട്ട് ഉണക്കാൻ പോവാം. നമ്മുടെ താരം എത്തിയിട്ടുണ്ട്, ഓമനാമ്മ. കുറേ ദിവസമായി ഓമനാമ്മ വീഡിയോയിൽ വന്നിട്ട്. അല്ലേ ഓമനാമ്മേ? ഇതിന്റെ ഈ വഴുവഴുക്ക് ഉണ്ടല്ലോ, അത് കാരണം പെട്ടെന്ന് ഉണങ്ങിയല്ല. കഴുകി അതിന്റെ പുളിരസം ഇതിന്റെ വഴുവഴുപ്പം കളഞ്ഞ പെട്ടെന്ന് അതിനാണോ? സൂപ്പർ മതിയാ. പറഞ്ഞത് നോക്കിയേ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത്? എന്റെ ചെറുപ്പത്തിലെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചോല്ലേ? ഇത് ഇത് തിന്നി, ഇത് തിന്നി. നല്ല മധുര, ഇത് സൂപ്പറാ. കുരു കളയണം കേട്ടോ, കുരു കളയണം. ഇത് നമ്മള് മലയാളികളാണ് ഇതിനകത്ത്. ഇവരൊന്നും അത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, ഫസ്റ്റ് ടൈമാണ് ഇവൻ കഴിക്കുന്നത്. അസാമില്ലേ? മധ്യപ്രദേശ്. മധ്യപ്രദേശില്ലേ? ഇല്ല. നേരം ഞങ്ങൾക്ക് 2 പുളിയുണ്ട്. 2 എണ്ണത്തിനകത്ത് നിറച്ച് ഞങ്ങള് വഴക്കുണ്ടാക്കുവോ. നേരം വെളുക്കുമ്പോഴേ എന്ന് പുളി പെറുക്കിക്കൊണ്ട് വാടി എന്ന് പറഞ്ഞ അമ്മയും അച്ഛനും കൂടി കിടന്ന് ബഹള. അത് പെറുക്കിക്കൊണ്ട് വന്ന് എന്തോരം പെറുക്കിയാലാ തീരല്ല. ഇത് പൊക്കം വരെ ഉണ്ടെന്ന്, നിറച്ചുണ്ട്. നല്ല മധുരമല്ല. അന്നേരം പൊട്ടിച്ച് ഞങ്ങള് തിന്നുകയും ചെയ്യും. ഇത് മാത്രമേ തിന്നുള്ളൂ. അന്നേരം വയറ് നിറഞ്ഞു. അപ്പൊ ഒരു തരത്തെ ആഹാരം. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? പക്ഷെ അടിപൊളി ടേസ്റ്റാ. ചുമ്മാ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. നല്ല രസമല്ലേ? അത് തന്നെയല്ലേ ഞങ്ങൾ ആ പുളിയേല് ഒരു കുഞ്ഞാലും അങ്ങ് കിട്ടി. പുളിക്ക് നല്ല വിലയുണ്ടല്ലോ അല്ലേ? അപ്പൊ പൊട്ടത്തില്ല, അപ്പൊ ഒഴിഞ്ഞു പോകത്തില്ല. വന്ന പിള്ളേരെല്ലാം പെറുക്കിക്കൊണ്ടും പോവും. ഞങ്ങള് കണ്ണടയ്ക്കും. ഞങ്ങള് കണ്ണടയ്ക്കും, പെറുക്കൊണ്ട് പോട്ടെ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഞാനത് തൊണ്ടിലേക്ക് എറിയും. അപ്പൊ അപ്പാടെ ഒരു ക്രിസ്ത്യാനികളുണ്ട്, ആ വെജിമ വന്നാൽ പെറുക്കിക്കൊണ്ട് പോകും. അതിന് ഇവിടുന്ന് ഞങ്ങൾ പെറുക്കി തൊണ്ടിലേക്ക് എറിഞ്ഞു പോകും. അങ്ങനെയാക്കിയാണ് ഞങ്ങളുടെ വികൃതികള്. ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് ചുമ്മാതല്ല. ഇത് ഈ പഴുത്ത പുളി ഉണ്ടല്ലോ, പഴുത്ത പുളി നമ്മൾ അടുപ്പിലിട്ട് ചൂടും. ചുട്ടേച്ചും ചമ്മന്തി അരയ്ക്കും. അരയ്ക്കും പോലെ തേങ്ങയും ചൂടാ. കാരപ്പ് പോകാൻ വേണ്ടിയാണ്. കാരപ്പ് പോകാൻ വേണ്ടിട്ടാ ചൂടണത്. നല്ലതാ. നമ്മള് സാധാ ഇത് വെച്ച് അരക്കിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു വേറെ ഒരു ടേസ്റ്റാ ആണല്ലേ ചമ്മന്തി അരയ്ക്കാൻ. ഓമനാമ ഒന്നോടെ എടുത്ത് തിന്നുന്നത് നോക്ക്. ഒരുത്തി അത് കണ്ടിട്ട് കൊതി കിട്ടിട്ട് വരികയാണ്. മുന്തിരി കൊല ഇട്ട് വായിലേക്ക് വെച്ച് തിന്നണ പോലെ ഓമനാമ തിന്നു. ലക്ഷ്മിയാണെങ്കിൽ അത് കണ്ടിട്ട് ഇടയ്ക്ക് അവിടുന്ന് പറിച്ചപ്പോഴൊക്കെ അതിന് പൊട്ടിച്ച് അതിനകത്തുള്ളതൊക്കെ തിന്നിട്ടാണ് ഇട്ടിട്ട് പോയത്. ഇവർ 2 പേരും മധ്യപ്രദേശാണ് കേട്ടോ. ഇവനിത് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. മധ്യപ്രദേശിൽ ഈ സാധനം ഇല്ലല്ലോ. ചത്തു പോകുന്നില്ല. ഞങ്ങൾ ആദ്യം കഴിച്ചോ? അതിന് കുരു കളയണം കേട്ടോ. ഞങ്ങൾ മലയാളികളൊന്നുമില്ല കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ്. ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ തന്നെയാട്ടോ ഞങ്ങൾക്ക് ഇവരെല്ലാവരും തന്നെ. അവരെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ട് പോയി. എടാ ക്രിസ്റ്റഫറേ, നീ അതിന്റെ കുരു തുപ്പിയോ? കളഞ്ഞോ? ഇല്ലെങ്കിൽ നിന്റെ വയറ്റിൽ ആ പുളി കിളുത്ത് വരും കേട്ടോ. ആ സത്യമായിട്ടും കളഞ്ഞോ? ആ ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഇതാ തിന്നാൻ പോണ്. ഓനാമ കോഴിക്കാല് തിന്നുന്ന ലാഘവത്തോടെയാണ് പുളി കഴിക്കുന്നത്. ആ കുരുവൊക്കെ തുപ്പിക്കളട്ടോ. കുരുവൊന്നും ഞാൻ തുപ്പിയില്ല, ഞാൻ ഇറക്കിയിട്ട്. ഓമനാമ എത്ര പുളി വരെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പറയേ,
വാളംപുളിയും കുടംപുളിയുടെ ഒക്കെ ഇത് കഴിക്കുമ്പോഴത്തേക്കും ആ കുരു വിഴുങ്ങല്ലേ, കുരു വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പുളി കിളുത്ത് വരുമെന്ന് അങ്ങനെ നമ്മുടെ വീട്ടുകാർ പറയണേ. വയറ്റിൽ കൂടി പുളിമരം കിളുത്ത് വരും, പുളിമരം കിളുത്ത് വരുമെന്ന്. അങ്ങനെ പേടിച്ചൊക്കെ രാഹുലൊക്കെ ഉറങ്ങാതെ കിടന്നിട്ടുണ്ടെന്നാണ് രാത്രിയിലൊക്കെ. നമ്മൾ കുറച്ച് വേസ്റ്റ് ചകിരി ആദ്യമേ ഈ അടുപ്പ് പോയിക്കുമ്പോഴത്തേക്കും തണുപ്പല്ലേ, തീ പിടിക്കാൻ പാടാ. അപ്പോൾ കുറച്ച് വേസ്റ്റ് ചകിരിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കുടംപുളി ഉണക്കാനായിട്ട്. ലക്ഷ്മി ലക്ഷ്മി ഞങ്ങൾക്ക് ഒക്കെ ബന്ധമുണ്ട് വൈകിട്ട്. 2-3 ടൈപ്പ് പുളിയുണ്ട് അല്ലേ ഓമനാമേ? കാരപ്പുള്ളതുണ്ടെന്ന് തോന്നുന്നു. അതെടുക്കുമ്പോ അതിനൊരു കയ്പുള്ളതുണ്ട്. ഇത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ പുളി നല്ല പുളിയുള്ള പുളിയാ, നല്ല പുളിയാ. ഇതിപ്പോ ഓമനാമതേ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്ത് നിറയെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തേച്ച് നമ്മള് അവിടെ ഇതിനകത്താണ് പുകയ്ക്കാൻ വെക്കുന്നത് കേട്ടോ. ഇതിനകത്താണ് നെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിപ്പോ നമ്മള് ഇന്നലെ ഇട്ടതാണ് അല്ലെ രാവിലെ? ഇന്നലെ ഞങ്ങള് വെച്ച കുടംപുളിയാണ് കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കി പകുതി പോയിട്ടുണ്ട്. ഞാനത് കാണിച്ചില്ലേ? അപ്പൊ അത് അത്യാവശ്യം കറുത്തൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എത്ര ദിവസം? ഒരു 2 ദിവസം കൂടെ മതിയല്ലോ. 2 ദിവസം കൂടെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഈ കുടംപുളി എടുക്കാൻ പറ്റും അതിൽ നിന്ന്. ഇനിയിപ്പോ നമുക്കൊരു 2 ദിവസവും കൂടി ഇതിന് പുകയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനും പറ്റും. കാരണം ഇവിടെ തന്നെ ഒരുപാട് ആവശ്യക്കാരാണ് കേട്ടോ, നമ്മുടെ സ്റ്റാഫുകൾ തന്നെ അല്ലേ രാഹുലെ? ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കാരണം തരുമോ എന്ന്. കാരണം ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പുളി നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതല്ലോ, നമ്മൾ തന്നെ ഇവിടെ തന്നെ അത് പറിച്ചെടുത്ത് അത് ക്ലീൻ ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്ന, പുകച്ച് ഉണക്കിയെടുക്കുന്ന. ഇത് നമുക്ക് മഴയുള്ളത് കൊണ്ടാണ് കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം. മഴയുള്ളത് കൊണ്ട് നമുക്കൊന്ന് വെയിലത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളയാനുള്ള ഇതുപോലും കിട്ടിയില്ല. കാരണം അതുകൊണ്ടാണ് ഇത് ഫുള്ള് നമുക്ക് ഇങ്ങനെ 3-4 ദിവസമൊക്കെ പുകയിടേണ്ടി വരുന്നത്. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വലിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് വലിഞ്ഞു കിട്ടും. വലിഞ്ഞു കിട്ടിയിട്ട് നമുക്കല്ലേ എത്ര ദിവസം ഇടേണ്ടി വരും ഇവിടെ? ഒരു ദിവസം 2 ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് പുക കൊള്ളിച്ചാൽ മതി. പുക കൊള്ളിച്ചാൽ മതി. അത് നല്ല കറുത്ത കളറിൽ നല്ല പുളിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നല്ല സൂപ്പർ പുളിയാണ്. കാരണം കാറുകറിയൊന്നുമില്ല, നല്ല പുളിയാണ്. 1-2 പീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കുടംപുളി ഇട്ട മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പുളിയാണ്. എല്ലാം എനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ ഈ നമ്മൾ പുളി മേടിക്കുമ്പോൾ ഒരു കാറുകറി ഉണ്ടാവും. ചിലപ്പോൾ കാരപ്പുള്ള പുളിയുണ്ട്, അല്ലാത്ത പുളിയുണ്ട്. അപ്പോൾ 2-3 ടൈപ്പ് പുളിയുണ്ട്. ഇത് നമുക്ക് നല്ല പുളിയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ ദിവസമാണ് കേട്ടോ കുടംപുളി പുകയത്തിട്ടിട്ട്. പക്ഷെ നമ്മൾ ഇത് വാടി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡെയിലി കിട്ടുന്നത് പച്ച ക്ലീൻ ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉണങ്ങിയത് ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് പച്ച നമ്മൾ അതിനകത്തേക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കും. കാരണം ഡെയിലി കിട്ടുന്നത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് പോയിക്കും. ഇപ്പം ഇന്നിപ്പം നമുക്ക് അത്യാവശ്യം വെയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉണക്കാൻ പറ്റില്ല. കാരണം വെയിലുണ്ടെങ്കിലേ വെയിലത്തിടാൻ പറ്റത്തുള്ളല്ലോ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും മിക്കവാറും ഈ കുടംപുളി മരമുള്ള വീടുകളിലൊക്കെ കാണാൻ പറ്റുന്നതായിരുന്നു. നമുക്കിങ്ങനെ പുകയത്തിട്ട് ഉണക്കുന്നതും വെയിലത്ത് കൊണ്ടുവച്ച് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ അധികം കാണാൻ കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെ ഇത് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.